നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായിരുന്ന കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ എത്തിയിരിക്കുകയാണ് മക്കളെ. അതവിടെ ഇരിക്കട്ടെ. മറ്റൊരു കാര്യം ഈ അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ പ്രിയ സഖാക്കളുടെ സ്വന്തം ചാനൽ ചെയ്തു വെച്ചത് കണ്ടോ? എന്നാ കാണൂ. ഇത് കണ്ടിട്ടോ? ട്രോളിയതോടെ പിണറായിക്കും കൂട്ടർക്കും പുറത്തിറങ്ങാൻ വയ്യ. പോരാത്തതിന് സ്വന്തം ചാനലും. മോശം തന്നെ. ഇനി നമ്മുടെ മുഖ്യനിലേക്ക് വരാം. അങ്ങനെ ഒടുവിൽ ജനങ്ങളോട് വേദനകൾ പങ്കുവെച്ച് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ജനങ്ങളോട് വേദനകളൊക്കെ പങ്കുവെച്ചു. LDFിനുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതോടെ സന്തോഷമായി. പ്രതീക്ഷ വിജയം നേടാനായില്ലെന്നും പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെയാണ് അറിയിച്ചതെന്ന് മാത്രം. അതെന്താ? എനിക്കറിഞ്ഞൂടാ. 2019 ഏറെക്കുറെ സമാനമായ ഫലമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നറിയാലോ. ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും. അതായത് നേതാക്കളെയൊക്കെ പിരിച്ചുവിടുവാവോ? ദൈവത്തിനറിയാം. സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അയ്യോ എന്റെ പിണറായി, അത് തെറ്റിദ്ധാരണയല്ല, വെറും സത്യം, നഗ്നമായ സത്യം മാത്രമല്ലേ അതൊക്കെ. എന്തായാലും തൃശ്ശൂരിലെ BJPയുടെ വിജയം ഗൗരവമായി തന്നെ കാണുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അതിന് ഗൗരവമൊന്നും ഉണ്ടാവണ്ട. ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും BJPക്ക് അതിൻ്റെതായ സ്ഥാനം നേടിയിട്ടുണ്ട്. അത് പതിയെ പതിയെ ജനങ്ങൾക്ക് ബുദ്ധി ഉദിച്ചു തുടങ്ങിയതിന്റെ ഒരു സൂചനയാണെന്ന് വെച്ചാൽ മതി. അതുകൊണ്ട് ഇനി അവിടെ പോയിട്ട് തോണ്ടാൻ നിൽക്കണ്ട. വെറുതെ ചൊറിഞ്ഞ് തല്ല് വാങ്ങുന്ന എന്തിനാ? ഇപ്പൊ ഓരോ ഇടത്തെങ്കിലും കിട്ടി, കുറച്ച് കഴിഞ്ഞാൽ അതുപോലും കിട്ടാത്ത അവസ്ഥയായി വരും. അതുകൊണ്ട് അവിടെ പോയി ചൊറിയാൻ നിൽക്കണ്ട. ഓക്കെ. മറ്റൊരു കാര്യം പറഞ്ഞത്, ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ BJP ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട് എന്നും പിണറായി വിജയൻ പറയുന്നുണ്ട്. അതിന് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളാകെ തയ്യാറാകേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി സമർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താ കഥ!